ജൂൺ 14 ലോക രക്തദാന ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലാതല ഉദ്ഘാടനവും സന്നദ്ധ രക്തദാതാക്കളെ ആചരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ജൂൺ 14 ലോക രക്തദാന ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലാതല ഉദ്ഘാടനവും സന്നദ്ധ രക്തദാതാക്കളെ ആചരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം, കാഞ്ഞങ്ങാട് ജില്ലാശുപത്രി, ബ്ലഡ് സെന്റർ, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാശുപത്രി ടെലിമെഡിസിൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ രക്തം എന്ന് പറയുന്നത് അങ്ങനെ എത്ര പണം ഉണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് ഏറ്റവും റെയറായിരിക്കും ഒരു വിഷയം വരും. ചിലപ്പോൾ റെയർ ഗ്രൂപ്പായിരിക്കും. അപ്പം അത്തരം ചില പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ അതിന് സന്നദ്ധതയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ നിലയിലേക്കുള്ള ബഹുജനങ്ങൾക്കിടയിൽ രക്തം കൊടുക്കുന്നതൊരു പ്രശ്നമല്ല. കൊടുക്കുന്നത് ഏതെങ്കിലും നിലയിൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കില്ല എന്നുള്ളൊരു അപബോധം ഒരു പരിധിവരെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മെച്ചം നമ്മളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പഴയ കാലത്ത് യഥാർത്ഥത്തിൽ രക്തം കൊടുക്കുന്നത് തന്നെ എന്തോ ഒരു മഹാപ്രശ്നമായി തങ്ങളുടെ ആരോഗ്യത്തെ, തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത്, പിന്നെ ഞാൻ ചെറുപ്പകാലത്ത് നമ്മുടെ ഒരു പൊതു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടെല്ലാം ഈ രക്തം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി രക്തം കൊടുത്തു കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ എൻ്റെ അമ്മ യഥാർത്ഥത്തിൽ എന്നെ വല്ലാത്ത നിലയിൽ എന്ത് ചെയ്തു ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസക്ക് നിന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നിട്ട് നീ ഇതുകൊണ്ടുണ്ടാക്കിയ രക്തം ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മക്കുണ്ടായ ഒരു വലിയ ഒരു ശകാരമുണ്ട്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അമ്മയോട് നമുക്കിങ്ങനെ പറയുന്നതിനൊക്കെ ചില പരിമിതി ഉണ്ടാവുമല്ലോ. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു പഴയ തലമുറയുടെ ഒരു അവബോധമാണ്. ചിലരെന്താ വെച്ചാൽ അതിപ്പോഴും ഉണ്ട്. ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു ആക്സിഡന്റ് പറ്റി അവരുടെ ഈസിയായി ഒരു കാർഡ് ഉണ്ടാവും. നിങ്ങളെ ചിലർക്കെങ്കിലും അറിയായിരിക്കും. അവർക്ക് എന്താ വെച്ചാൽ മറ്റൊരാളുടെ രക്തം ശരീരത്തിൽ കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന ചില അന്ധവിശ്വാസവും ഇവിടെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാൾ കിടക്കുന്ന സമയത്ത് ആ ആക്സിഡന്റ് പറ്റിയ ആളുടെ മതമോ ജാതിയമോ വിശ്വാസമോ ആചാരമോ രാഷ്ട്രീയമോ ഇതിന്റെ ഒന്നും വേർതിരിവില്ലാത്ത നിലയിൽ യഥാർത്ഥത്തിൽ രക്തം എന്ന നിലയിൽ അവർക്ക് കൊടുക്കണം. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് ബി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആരതി രഞ്ജിത്ത് ദിനാചരണ സന്ദേശം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവി, വാർഡ് കൗൺസിലർ MA രേഷ്മ, ജില്ലാശുപത്രി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ റിജിത് കൃഷ്ണൻ, ഡോക്ടർ B ഷഹർബാന, ജില്ലാശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് C ലളിതാംബിക, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PP ഹസീബ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീജ MP സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബോധവത്കരണ സെമിനാറിൽ ജില്ലാശുപത്രി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിത ഷിബു റോബർട്ട് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.